എഴുതിയെടുത്താണ്. അതിൽ പറയുന്നുണ്ട് സാർ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ പോകുന്ന ആംബുലൻസിൽ ഇവിടെ വന്നിട്ട് എൻ്റെ പേരിൽ കാണിക്കുന്ന നിരാലംബതയും ഉദാസീനതയും എനിക്ക് മനസ്സിലാകുന്നില്ല. റൗണ്ട്സിന് വരുന്ന ഡോക്ടർമാരോട് ഞാൻ പലതവണ ചോദിച്ചു, എൻ്റെ ചികിത്സ എപ്പോൾ നടക്കുമെന്ന്. അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല. ഒരു എക്കോ എടുക്കുന്നതിന് 5 ദിവസമായിട്ട് ഒരു പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. എന്താ അൻവർ സാദത്തെ എന്തു പറയാൻ? ഞാൻ ഈ അടുപ്പിൽ വന്ന് വീണുപോയി. ഒരു കാര്യം പറയാനാണ് ഞാൻ അൻവർ സാദത്തിനെ വിളിച്ചത്. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവൻ അപായം സംഭവിച്ചു പോയാൽ എൻ്റെ ഈ ജീവൻ വെച്ച് നിസ്സാരമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ വെളിവാകുന്ന രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും ഭീഷണിയോ ആപത്തോ സംഭവിച്ചാൽ നീ ഇത് പുറം ലോകത്തെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കകം ഈ പാവപ്പെട്ടവൻ മരിച്ചുപോയി സാർ മരിച്ചുപോയി സാർ. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുകയാണല്ലോ. മന്ത്രി അന്ന് വകുപ്പ് പറഞ്ഞു ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, അൻവർ സാദത്തിന് എല്ലാ ചികിത്സയും സംവിധാനവും ഈ വേണുവിന് എല്ലാ ചികിത്സയും സംവിധാനം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഡോക്ടർ അനുപമ അസിസ്റ്റന്റ് സർജൻ, ഡോക്ടർ ജാക്വലിൻ ഗോമസ്, ഡോക്ടർ ബിനു ഇവരുടെയൊക്കെ മൊഴികൾ എടുത്തിട്ട് ഇവിടെ ആരോഗ്യ വകുപ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സാർ. ആ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് ഞാൻ വേഗം വായിക്കാം സാർ. ആ റിപ്പോർട്ടിൽ പറയുകയാണ്, അറ്റ് ദ മെഡിക്കൽ കോളേജ് എ പേഷ്യന്റ് ബ്രോട്ട് ബൈ ആംബുലൻസ് വിത്ത് സ്റ്റെമി എന്ന് പറഞ്ഞാൽ ST elevation myocardial infarction. അങ്ങനെ വന്നിട്ട് അഡ്മിറ്റഡ് ഇൻ ആൻ ഓവർ ക്രൗഡഡ് മെഡിക്കൽ വാർഡ് ഇൻസ്റ്റെഡ് ഓഫ് കാർഡിയോളജി ICU or ward there was delay in starting medical treatment in the ward. അതായത് നേരിട്ട് ICUവിൽ പ്രവേശിപ്പിക്കേണ്ട ഈ സ്റ്റെമി രക്തപരിശോധനയിൽ കണ്ടെത്തിയ ആളെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു വാർഡിലേക്ക് കൊണ്ട് തള്ളി അദ്ദേഹത്തിന് ICUവിൽ പ്രവേശിപ്പിച്ചില്ല എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടാണ് സാർ. അടുത്തത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിയാറ്റിൻ കൂടിയതുകൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്യാത്തതെന്ന്. പക്ഷേ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് പറയുന്നത് എന്താ? there was no mention about renal issues preventing ആൻജിയോഗ്രാം ചെയ്യുന്നതിന് റീനൽ ഇഷ്യൂസ് ഒന്നും പ്രിവെന്റ് ചെയ്യുന്നില്ല. പക്ഷേ ആൻജിയോഗ്രാം ചെയ്തില്ല. അതിനുശേഷം പറഞ്ഞെന്താണ്? ഇമ്മീഡിയറ്റ് ത്രോംബോലിസിസ് ഓർ PCI at district hospital Kollam could have saved his life. Unfortunately, adequate interventional cardiologist and other supporting staff are not available. Therefore, the cath lab to be functional round the clock. Sir, ഒന്നുകൂടി ഞാൻ പ്രാധാന്യം കൊണ്ട് വായിക്കുന്നു. Immediate thrombolysis or PCI at district hospital Kollam could have saved his life. സാർ രക്ഷിക്കാമായിരുന്നു. കാത്ത് ലാബ് ഉണ്ട്, ഡോക്ടറില്ല, സ്റ്റാഫില്ല. ഈ സ്റ്റെമി സംവിധാനത്തിൽ ആണ് എന്ന് കണ്ടെത്തിയിട്ട് പോലും ജില്ലാ ആശുപത്രിയിൽ അത് ചെയ്തിരുന്നെങ്കിൽ ജീവിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് സാർ കൊന്നത്? സിസ്റ്റം കൊന്നതല്ലേ വേണുവിനെ? ആരോഗ്യവകുപ്പ് കൊന്നതല്ലേ വേണുവിനെ? ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചോദിക്കുന്നു, എത്ര തവണ അങ്ങ് കൊല്ലത്ത് വന്നു? എത്ര തവണ ദേശീയപാതയിൽ കൂടി സഞ്ചരിച്ചു? ആ വേണുവിന്റെ വീട്ടിലൊന്ന് പോയോ? ഒരു നയാ പൈസ ആരോഗ്യവകുപ്പ് കൊന്നിട്ട് സാമ്പത്തിക സഹായം കൊടുത്തോ? ഷിബു ബേബി ജോൺ ആ കുടുംബത്തിന് 6000 രൂപ വെച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് അവർക്കൊന്ന് കൊടുത്തോ? സാർ, പട്ടികവർഗ കമ്മീഷൻ ഒരു പരാതി കൊടുത്തു. അവർ അദാലത്തിന് പോയി. അങ്ങ് കേൾക്കണം, അവിടെ ഉണ്ടായിരുന്നൊരു ഉദ്യോഗസ്ഥൻ വേണുവിൻ്റെ ഭാര്യ സിന്ധുവിനോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ പോയത്? ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി രക്ഷിച്ചുകൂടായിരുന്നു എന്നാണ് അദാലത്തിൽ അവരോട് ചോദിച്ച. ഒറ്റ മിനിറ്റ് വേണ്ടി ഞാൻ അവസാനിപ്പിക്കാം സാർ. അതുകൊണ്ട് സാർ ഇതിന് ഉത്തരവാദി ആരാണ്? സിസ്റ്റം കൊന്നതല്ലേ വേണുവിനെ? അപ്പൊ ഇവിടെ ഇത് കഴിയുമ്പോ സ്ഥിതി വിവര കണക്കുകൾ ഉണ്ടാകും. സർക്കാരിന് കിട്ടിയ അവാർഡുകളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകും. സാർ, ആ സ്ഥിതി വിവര കണക്കുകൾക്കും അവാർഡുകൾക്കും അപ്പുറം എന്റെ കൈ എവിടെ പോയി അമ്മേ എന്ന ആ കുഞ്ഞിന്റെ കരച്ചിലും നിസ്സഹായ ആ വേണുവിന്റെ മക്കളുടെ കരച്ചിലും ഇതിന്റെ എല്ലാം മേളിൽ ആ ശബ്ദം ഉയർന്നു നിൽക്കും. സാർ, നടപടി സർക്കാർ എടുക്കണമെന്ന് ഞങ്ങൾ ഇനി പറയുന്നില്ല. ഈ സർക്കാരിനെതിരെ നടപടി എടുക്കാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. ആ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ.